ഗൗതം ചേട്ടാ ഏട്ടാ ചേട്ടാ അയ്യോ ഗൗതം അവളെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടി എന്റെ അഭിമാനം പണയം വെക്കാൻ നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളുടെ കയ്യിൽ ഒരു തെറ്റുമില്ല മക്കളെ. തെറ്റ് ചെയ്തതൊക്കെ ഞാനാ. സ്കൂളിലാക്കിയിട്ട് പോകുമ്പോ പോയിട്ട് വരാൻ പറയായിരുന്നു ഏട്ടൻ. ഞാൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാലും ചെറിയ കുട്ടിയെന്ന് പറഞ്ഞ് ചേട്ടൻ ചിരിക്കുമായിരുന്നു. ഞാൻ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാലും നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഏട്ടൻ. ഒരേ ഒരു തവണ ഏട്ടൻ നമ്മളെ കുറ്റപ്പെടുത്തിയപ്പോ നമുക്ക് ഇത്രത്തോളം വേദനിച്ചെങ്കിൽ എല്ലാരും ഏട്ടനെ കുറ്റപ്പെടുത്തിയപ്പോ ഏട്ടൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. നാട്ടുകൂട്ടത്തില് ഇങ്ങനെ ഒന്നും ആലോചിക്കാതെയാണോ ചേച്ചി ശിക്ഷ കൊടുക്കുന്നത്? വരദരാജൻ അങ്കിളിന് ഏട്ടനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഏട്ടനോട് അങ്ങനെ ചെയ്തത്. പക്ഷെ അച്ഛൻ എന്തിനാ അങ്ങനെ സംസാരിച്ചത്? വെറുതെ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞ് ഏട്ടനെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. വളർത്തു ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ഏട്ടന്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവും. ചാട്ട കൊണ്ട് അടിച്ച് ഏട്ടൻ സ്വയം ശിക്ഷ വാങ്ങി. ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നെ? നമ്മളോട് സംസാരിക്കില്ലെന്ന് പറഞ്ഞ ഏട്ടൻ മനസ്സിന്റെ ഉള്ളിൽ എന്തുമാത്രം വേദനിച്ചിരിക്കും. ലക്ഷ്മി, ലക്ഷ്മി ചേച്ചി, ക്ഷേത്രത്തിനടുത്ത് കരണ്ട് അടിച്ച് വീണ് കിടക്കുന്നു ഗൗതം. അയ്യോ ഏട്ടാ, ഏട്ടാ. ഗൗതം മോനെ ഗൗതം, ചേട്ടാ എഴുന്നേക്കടാ. നമ്മുടെ ഗൗതം ഷോക്കടിച്ച് കിടക്കുകയാണല്ലോ. ശ്വാസം ഗൗതമേട്ടാ എണീക്കേട്ടാ. ചേട്ടാ എണീക്കേട്ടാ. ബോധം ഇല്ല മോളെ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ അമ്മാവ. അയ്യോ, അതിനുള്ള സമയമില്ല. CPR ചെയ്യണം. എന്നുവെച്ചാ ഗൗതം ചേട്ടാ എണീക്കേട്ടാ. ചേട്ടാ CPR കൊടുത്തിട്ട് ഗൗതം ചേട്ടൻ എഴുന്നേൽക്കുന്നില്ലല്ലോ.
ഗൗതമേട്ടനെ ചേച്ചി രക്ഷിച്ചു. ഏട്ടാ, ഏട്ടന് എന്ത് സംഭവിച്ചെന്ന് ഓർത്ത് ഒരു നിമിഷത്തേക്ക് ഞങ്ങളുടെ ജീവൻ തന്നെ പോയി. ഏട്ടന് എന്തെങ്കിലും പറ്റിയ ഞങ്ങള് ജീവനോട് ഉണ്ടാവില്ല. അയ്യോ, എന്താ മക്കളെ ഇത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് സത്യം ചെയ്തിട്ടും ഏട്ടൻ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞങ്ങൾ ശരിക്കും സത്യം ചെയ്തില്ലെന്നല്ലേ അർത്ഥം? ഇത്തവണ ഞങ്ങൾ എന്തായാലും കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കും. കൈ പൊള്ളിയാലും കുഴപ്പമില്ല. അതേട്ടാ, ഞങ്ങൾ ആത്മാർത്ഥമായി സത്യം ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിനോട് പറയാം. അങ്ങനെയൊന്നും സംസാരിക്കല്ലേ മക്കളെ. കണ്ടോടാ, നിന്നോട് എന്തുമാത്രം സ്നേഹമായി ഇവർക്കെന്ന്. ആ സ്ഥിതിക്ക് ഇവരോട് മിണ്ടാതെ വീട്ടിൽ നിന്ന് പോകുന്നത് ശരിയാണോടാ? ഈ ഡയലോഗ് അടിക്കുന്ന ഒരു കുറവുമില്ല. നീ ഒന്നും പറയണ്ട, എന്റെ സഹോദരിമാർ വിഷമിക്കും. അത് ശരിയാ ചേട്ടാ, നിങ്ങൾക്ക് പെങ്ങന്മാരല്ലേ വലുത്, ഞാൻ ആരുമല്ലല്ലോ. വീട്ടില് ശിവാനിയില്ല. ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിനെ വിളിക്കണമെന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? തിരുമേനി, കല്യാണ പത്രിക എഴുതിയെങ്കിൽ അതൊന്ന് വായിച്ചോളൂ. അങ്ങനെ ആയിക്കോട്ടെ അമ്മേ. ആ പൂജാരി, ഒരു മിനിറ്റ്. ആ പറയൂ. അങ്ങനെയോ? എവിടെ? അങ്ങനെയാണല്ലേ. വളരെ നന്നായി. എന്ത് ചെയ്യാനാ, ഇവരാണത് ഡിസൈഡ് ചെയ്യേണ്ടത്. ശരിയടാ, ഞാൻ തിരികെ വിളിക്കാം. എന്താ കാര്യം ചേട്ടാ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമായിരുന്നോ? ആഹാ, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മകളി തന്നെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, നാട് മുഴുവൻ. നിങ്ങളെന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. മോശക്കാരുമായി ബന്ധം സ്ഥാപിച്ചാൽ നമുക്കാണ് തലവേദനയെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. മുറച്ചെറുക്കന്റെ വായിൽ മുറപ്പെണ്ണ് വായി വെച്ചാൽ അതിനെ എന്താ പറയുക? ആനന്ദരാജേ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയും, അല്ലെങ്കിൽ വിട്ടേക്ക്. ഞാൻ വിടണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുമായുള്ള ബന്ധമാണ് വിടേണ്ടത്. അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നേ? എന്താ കാര്യമെന്ന് ആർക്കും അറിയില്ലേ? നമ്മളിവിടെ സമാധാനമായിട്ടിരുന്ന് മുഹൂർത്ത സമയം കുറിക്കാൻ നോക്കുന്നു. കല്യാണ പെണ്ണും നാട് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ശിവാനി ക്ഷേത്രത്തിൽ പോയിരിക്കോ? ക്ഷേത്രത്തിലല്ല പോയിരിക്കുന്നത്. അവളുടെ മുറച്ചെറുക്കന് കുറച്ച് ഷോക്ക് അടിച്ചതുകൊണ്ട് അയാൾക്ക് കുറച്ച് ഓക്സിജൻ കൊടുക്കുന്നതിന് വേണ്ടി വായോട് വാവച്ചു വന്ന്. ഞങ്ങളല്ലേ എഴുന്നേറ്റ് പോകേണ്ടത്, നിങ്ങളെന്തിനാ എഴുന്നേക്കുന്നേ? ഇതെവിടെ വെച്ചാ സംഭവിച്ചത്? ഇതെവിടെ സംഭവിച്ചാലെന്താ? നിങ്ങൾ വലിയ ആൾക്കാരല്ലേ, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇതുപോലെ എത്രയോ കണ്ടിട്ടുള്ളതാ. എന്തായാലും നിശ്ചയം കഴിഞ്ഞ ഒരു പെണ്ണിന്
മുറച്ചെറുക്കനായാലും ആരായാലും അവൻ അന്യൻ തന്നെയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പോലും എന്റെ മോൻ നിങ്ങളുടെ മോളുടെ പുറകെ ഒന്നും നടന്നില്ല. ഈ ഗൗതം ആരാ? ദേഷ്യപ്പെടരുത്. ഇതിൽ ഗൗതം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്റെ ജീവൻ രക്ഷിക്കാനായിരിക്കും ശിവാനി അങ്ങനെ ചെയ്തത്. ചുംബിച്ചാണ് രക്ഷപ്പെടുത്തിയതെന്ന് നാട്ടിലുള്ള ആരും പറയില്ലല്ലോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഇക്കാര്യം ആരോടും പറയില്ല. പക്ഷെ നിങ്ങൾ ആവേശപ്പെട്ട് പബ്ലിസിറ്റി കൊടുക്കരുത്. തൊഴുത് യാത്ര പറയാൻ നോക്ക്. ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പൊ നമ്മൾ ഇറങ്ങുവാണോ അമ്മേ? താമസിക്കാൻ പാടില്ലടാ. കളങ്കമുണ്ടായ പെണ്ണിനെ നമുക്കെന്തിനാടാ? നടക്കടാ, നടക്ക്. അയ്യോ, ഒന്ന് നിൽക്കൂ. ഞാൻ കാല് പിടിച്ച് പറയാ, ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഞങ്ങളുടെ ശിവാനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തൊഴുതു പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുതേ. ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കണം. ദയവായി ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്. ആനന്ദരാജു, സമ്മതിച്ചാൽ 50 ലക്ഷം സ്ത്രീധനം കൂടുതൽ തരാം. ഇനിയും ആലോചിക്കുകയാണോ? കോടികൾ വേണമെങ്കിലും തരാൻ തയ്യാറാ. പക്ഷേ ജാതകം മുഴുവൻ എഴുതിയിട്ട് കല്യാണക്കുറി നിങ്ങൾ അച്ചടിച്ച് തന്നിട്ട് ഇവിടുന്ന് പോയാ മതി. ഇതുപോലുള്ള പെണ്ണിനെ കെട്ടിക്കാനായിട്ട് പണം വെച്ച് നീട്ടുന്നല്ലേ? ഏയ്, നീ വെറുതെ ഇരിക്ക്. അവര് വലിയ ആൾക്കാരാ. അവരുടെ പേരക്കുട്ടി ശിവാനിയും ലക്ഷ്മിയും ചേർന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ആ മര്യാദ നമ്മൾ കാണിച്ചല്ലേ പറ്റൂ. ഇനി എന്തിനാ നമ്മൾ ആലോചിക്കുന്നത്? എന്നുവെച്ചാൽ നിങ്ങൾക്ക് കല്യാണത്തിന് താല്പര്യമുണ്ടോ? ആണോന്നോ? ജീവൻ പോകുന്ന സമയത്ത് വായോട് വാ ചേർത്ത് ഓക്സിജൻ കൊടുക്കുന്നത് സയൻസിന്റെ ധർമ്മമല്ലേ? അത്രയും വലിയൊരു പുണ്യകർമ്മം ചെയ്തൊരു പെണ്ണിനെ മരുമകളായി കിട്ടുന്നത് ഞങ്ങളുടെ ഭാഗ്യമല്ലേ? കോടി രൂപ അധികമായി തരാമെന്നല്ലേ പറയുന്നത്? ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്. പട്ടാപ്പകൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ അത് ചെയ്തിരിക്കുന്നത്. ഒരു ജീവൻ രക്ഷിച്ച ആ പെണ്ണിന് അവാർഡ് കൊടുക്കുകയല്ലാതെ അപമാനിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ കല്യാണ പത്രിക ഞാൻ വായിക്കട്ടെ? വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ എഴുതിയ തീയതിക്ക് നിശ്ചയം. കല്യാണം ഇവരല്ലേ നടത്തുന്നത്? ഞങ്ങൾക്ക് ആ പേപ്പറിഞ്ഞ് തന്നാ മതി ക്ഷണക്കത്തടിക്കാൻ. മറ്റുള്ള ഏർപ്പാടുകളെല്ലാം ഇവരുടേത്. നിങ്ങൾ തരാമെന്ന് പറഞ്ഞ ആ കോടി നാളെയോ മറ്റന്നാളോ തന്നാൽ വലിയ ഉപകാരമായിരിക്കും. നിങ്ങൾ വലിയ ആൾക്കാരായതുകൊണ്ട് അറിയാമല്ലോ. വാടാ, വാ വാ അമ്മേ. ഗോവിന്ദ, നിന്റെ മകൾ എന്താ കാണിച്ചതെന്ന് നീ കണ്ടോ? ദിവസം തോറും ഈ കുടുംബത്തിന്റെ മാനം അവൾ കളഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുകിൽ അവളുടെ ജീവൻ നീ എടുക്കണം, അല്ലെങ്കിൽ ഗൗതമിനെ നീ കൊല്ലണം. ഉറപ്പായും കൊല്ലണോമേ. അച്ഛാ, എവിടെ പോവാ? നിന്റെ സഹോദരിയെ ഗൗതം ചുംബിച്ചുവെന്ന്. തെറ്റാണച്ഛാ. അതിനെ CPR എന്ന് പറയും. ഡോക്ടർ മാത്രമല്ല, പോലീസാണെങ്കിലും ശരി, വേറെ ആരാണെങ്കിലും ശരി, ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ചെയ്തിരിക്കണം. എന്താ ദേവ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അച്ഛൻ കത്തിയും തോക്കും എല്ലാം എടുത്തുകൊണ്ട് ഗൗതമിനെ ഉപദ്രവിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ കേസാവും. എന്താണെന്ന് വെച്ചാൽ അതിലൊരു കുറ്റവുമില്ല, തെറ്റുമില്ല. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആലോചിച്ച് വേണം ചെയ്യാൻ. അതുവരെ ആലോചിച്ചുകൊണ്ടിരിക്കാനാണോ പറയുന്നത്? അച്ഛനിരിക്കുക, ഇവിടെ ഞാനുണ്ടല്ലോ. പിന്നെ എന്തിനാ അച്ഛൻ പേടിക്കുന്നേ? മോനെ, നീ കേസൊന്നും എടുക്കരുത്. ശരി അമ്മേ, ഞാൻ പറഞ്ഞില്ല അമ്മേ, ഇതിലാരുടെ ഭാഗത്തും തെറ്റില്ല. ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും മുത്തശ്ശിയും ഇനിയും ദേഷ്യപ്പെടുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതിനായിരിക്കും അമ്മയ്ക്കറിയാലോ. നല്ല
നല്ലത് മാത്രമേ ചെയ്യൂ. അമ്മ കണ്ടതല്ലേ. ഈ കാശ് ഏട്ടൻ തന്നെയല്ലേ കൊണ്ടുവന്നത്, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ എണ്ണുന്നേ? പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ മുന്നിൽ വെച്ച് പണം തരുമ്പോൾ എണ്ണി നോക്കിയാലേ അവരോട് നമുക്ക് വിശ്വാസമില്ലെന്ന് അവർ വിചാരിക്കും. കാശിന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഏട്ടൻ തന്നെ പോട്ടെന്ന് കരുതിയ ഏട്ടാ. അതിൽ ഒരു നോട്ട് കുറവായാലും നഷ്ടം നമുക്കല്ലേ ഏട്ടാ? നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇനി ഒരിക്കൽ കൂടി പണം കടം ചോദിക്കാനായിട്ട് പോകുമ്പോൾ അയാൾ അന്നും തന്ന് സഹായിക്കണമല്ലോ. വീണ്ടും എന്തിനാ കടം ചോദിക്കുന്ന ഏട്ടാ? ഇപ്പോൾ ലക്ഷ്മിയുടെ കല്യാണമല്ലേ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഗൗരിക്ക്, നിനക്ക്, പിന്നെ ദുർഗയ്ക്ക് എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? എപ്പോ എന്താവശ്യം വരുമെന്ന് അറിയില്ലല്ലോ. ഇനി കടം വാങ്ങണ്ട ഏട്ടാ. ചേച്ചിയുടെ കല്യാണത്തിന് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒരു 2-3 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഏട്ടാ. നിങ്ങൾക്കിതൊക്കെ പറയാൻ പറ്റും. പക്ഷെ 3 മാസത്തിനിടയിൽ അടുത്ത ആളുടെ കല്യാണം വരെ നടക്കാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ എനിക്ക് തന്നെ ആയിരിക്കും അല്ലേ? ആ നിനക്ക് കുറച്ച് കൂടുന്നു. വേദനിക്കുന്നു. ഞാനൊരു പാവമല്ലേ? വീടേട്ടാ പ്ലീസ്. മോളെ ലക്ഷ്മി, ഈ പണത്തെ നീ അലമാരയിലോട്ട് വെച്ചോ. മോനെ ഗൗതം, നിങ്ങളുടെ അച്ഛൻ കുടിച്ചിട്ട് തെങ്ങും തോപ്പിൽ ബോധമില്ലാതെ കിടക്കുന്നു. ജീവനുണ്ടോ ഇല്ലേ എന്നറിയില്ല. നീ വേഗം ഒന്ന് പോ. അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? എന്താ ഇങ്ങനെ കിടക്കുന്നത്? ബോധമില്ലാതെ കിടക്കുന്നോ അതോ ചത്തുപോയോ? അച്ഛാ, 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 അച്ഛ എനിക്ക് ഗൗതം, ഞാനായിരുന്നെങ്കിലേ ഇയാൾക്ക് ഭക്ഷണം പോലും കൊടുക്കില്ല. ഈ കുടിക്കാൻ പണം കൊടുക്കുന്നെന്നും. മക്കളെ നോക്കാത്ത ഈ അച്ഛനെ എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? എവിടെയെങ്കിലും പറഞ്ഞു വിട്. ദേ നോക്ക്, എൻ്റെ അച്ഛൻ രക്തമല്ല കുടിക്കുന്നത്, ചാരായം തന്നെയാണ്. എനിക്കും എൻ്റെ സഹോദരിമാർക്കും കുടുംബത്തിനും യാതൊരു പ്രയോജനമില്ലാത്ത ഈ മനുഷ്യനെ എന്തിനു കൊണ്ടുപോകുന്നു എന്നല്ലേ ചോദിക്കുന്നത്? അതെന്തിനാണെന്ന് ഞാൻ പറയട്ടെ. ഇദ്ദേഹം എൻ്റെ അച്ഛനായതുകൊണ്ട്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഇദ്ദേഹം എന്നെയും കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദിവസം മുഴുവനും കൂടെ ഇരുന്ന 1-2 രൂപ തരാമെന്ന് അച്ഛൻ പറയുമ്പോൾ ആ 2 രൂപ പോക്കറ്റിലേക്ക് വീഴുള്ളൂ എന്ന് ഞാനും ചിന്തിക്കും. ഇദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം നോക്കുന്നില്ലായിരിക്കാം. പക്ഷെ ജന്മം നൽകിയ അച്ഛൻ എപ്പോഴും മക്കളുടെ മനസ്സിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏട്ടാ ദാ